ഭാവിയിൽ ഇത് ചിറ്റാർ ടൗണിൽ കൂടെ ഒക്കെ നടന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റും. ഇതിന് തൊട്ടടുത്തല്ലേ 200 മീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ. ഇവിടെ ആന ഇറങ്ങിയിട്ട് പനയൊക്കെ കുത്തി ഇതേ കണ്ടില്ലേ, ആന ചവിട്ടി കയറിയിരിക്കുന്ന പാടുകൾ. ഇതേ ഇതുവഴി ആന ഇറങ്ങിയേക്കുന്ന കല്ലൊക്കെ വേണ്ട. ഇതാണ് ചിറ്റാർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതിന് തൊട്ടടുത്താണ് ആന എത്തിയിരിക്കുന്നത്. ഇപ്പോൾ 4 ഭാഗത്തൂടെ ആനയാണ് ചിറ്റാറിൻ്റെ 4 മൂലയ്ക്ക് മറ്റേ മറ്റുള്ള സംഭവങ്ങൾ ഇഷ്ടത്തിനുണ്ട്. ഒരു കൃഷിയും കാര്യങ്ങളോ ചെയ്യാനോ പാമ്പിടിച്ച മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറിയേക്കും. അതും പോരാതെ ഇത്രയും സ്കൂളിൻ്റെ അടുത്ത് ഇത്രയും ജനവാസ കേന്ദ്രത്തിൽ ഇതൊരു ഭീതിപ്പെടുത്തുന്ന സംഭവം തന്നെ. ഭാവിയിൽ ഇത് ചിറ്റാർ ടൗണിൽ കൂടെ ഒക്കെ നടന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റും. ആനയെ നമുക്കിഷ്ടമാണ്. പക്ഷേ ആന ഇതുപോലുള്ള ജനവാസ മേഖലയിൽ ഇറങ്ങി ഇതുപോലുള്ള കൃഷിനാശം സംഭവിക്കുമ്പോൾ കൃഷിയിടങ്ങളിൽ കയറി അവിടുത്തെ വിളകളും മറ്റുള്ള കാര്യങ്ങളും നശിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കതിന് ദുഃഖമുണ്ട്. പക്ഷേ അതിനു വേണ്ടി എല്ലാ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്നൊരു നടപടി എടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാവൂ. ഈ ഒരു വീടിൻ്റെ തൊട്ട് മുറ്റത്താണ് ആന ഇറങ്ങി ഈ ഒരു വാഴയൊക്കെ നശിപ്പിച്ചിട്ടായിരുന്നു. കണ്ടില്ലേ, വാഴയൊക്കെ അടിച്ച് നശിപ്പിച്ചിട്ടേക്കുക. ഈ കാണുന്നതാണ് ചിറ്റാർ സ്കൂള്. കണ്ടില്ലേ, ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിന് തൊട്ടടുത്തല്ലേ 200 മീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ. ഇവിടെ ആന ഇറങ്ങിയിട്ട് പനയൊക്കെ കുത്തി കയറി പനയൊക്കെ തിന്നല്ലേ, വലിച്ചു കയറി അതിനകത്തെ സാധനമെല്ലാം തിന്നു. താഴോട്ട് നോക്കി ഈ ഇവിടെ ഇന്ന പനയാട്ടോ ഈ ഇടിക്ക് കുത്തി കീറിയേക്കുന്നു. ഇത് കണ്ടോ, പന കുത്തി കീറിയിട്ടേക്കോ. ആഹാ, ആനപ്പിണ്ടം. ഇതേ കണ്ടില്ലേ, ആന ചവിട്ടി കയറിയിരിക്കുന്ന പാടുകൾ കണ്ടില്ലേ. ഇതുവഴി ആന ഇറങ്ങിയേക്കുന്ന കല്ലൊക്കെ വേണ്ട. DR കെട്ടിയേക്കുന്ന കല്ലൊക്കെ ഇളക്കി താഴെ കളഞ്ഞ് ഈ ഒരു DR ഇവിടുന്ന് ഇളക്കി ഇതുവഴിയാണ് ആന കയറിയേക്കുന്നത്. ഒരു തോട്ടത്തിൽ കൂടി ഈ ഒരു തോട്ടത്തിൻ്റെ കയ്യാല ഇടിച്ച് കളഞ്ഞേക്കുന്നുണ്ടോ. ഇതുവഴിയാണ് ആന പറമ്പിലേക്ക് കയറിയിരിക്കുന്നത്. ഇത് കാരിയം എസ്റ്റേറ്റാണ്. ഈ എസ്റ്റേറ്റിൽ കൂടിയാണ് ഈ കാട്ടാന ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. അവിടെയൊക്കെ ഇങ്ങനെ വലിച്ചൊടിച്ച് ഇതുവഴിയാണ് ആന ഇറങ്ങി വന്നതെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഈടിയൊക്കെ ഇടിച്ചിട്ടേക്കുന്നത്. ചിറ്റാർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടടുത്ത് കാട്ടാന കയറി വാഴക്കൃഷിയൊക്കെ നശിപ്പിച്ചേക്കുന്നത് നമുക്ക് കാണാം. ആന ഇതുവഴിയാണ് ഇറങ്ങിപ്പോയാണോ ഇത് കയറിപ്പോയാണോ? ഇറങ്ങി വന്നവരോ ഇതിലൂടെ. ഇത് കണ്ടില്ലേ, മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. നല്ലൊരു വാഴയായിരുന്നു, എന്താ ചെയ്യാനോ.